സെലിബ്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോയത് കൊണ്ടാണ് അവരെല്ലാം ഈ റെഡ് മാർട്ടീസ് അല്ലെങ്കിൽ രക്തം കൊണ്ട് വിശുദ്ധരായി തീർന്നവർ എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ മരണം ആഘോഷിച്ച് പോകുന്നവരാണ് അല്ലേ? നമ്മുടെ വീട്ടിൽ ഒരു മരണം നടന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ എന്ത് ചെയ്യും? മോർച്ചറി കൊണ്ടുപോകും, തിരിച്ച് വിലാപയാത്ര വരും അല്ലേ? തിരിച്ചു വരുന്ന വഴിയാണ് രസം പോസ്റ്ററിൽ ഇങ്ങനെ ചിരിച്ച അപ്പച്ചൻ്റെ മുഖം പോസ്റ്ററായിട്ട് ഇരിക്കും. പിന്നെ അതിനുശേഷം വീട്ടിൽ കൊണ്ടുവരും, തിരുവേരുമാരുമായി അച്ഛന്മാരായി, പിന്നെ അപ്പച്ചനെ ഇതുവരെ കാണാത്തവരിൽ നിന്ന് അപ്പച്ചനെ കുറിച്ചില്ലാത്ത കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അല്ലേ? അങ്ങനെ എന്നിട്ട് പള്ളിയിൽ കൊണ്ടുപോകും, അടക്കും, മൃതശരീരം ഇങ്ങനെ കുഴിയിൽ എടുത്തു വെച്ചതിന് ശേഷം ഒരു പൊതി കൊടുക്കും, മരണപ്പൊതി. അതിനെ ഇങ്ങനെ സ്റ്റാറ്റസ് കൊണ്ടുപോകും. ഇച്ചിരി വലിയ വീട്ടുകാരൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? വെജിറ്റബിൾ സാൻഡ്വിച്ച് കൊടുക്കും. ഇച്ചിരി ഇവിടെ കുറഞ്ഞവരാണെങ്കിൽ ഇച്ചിരികൂടെ എന്താണ് വെജിറ്റബിൾ സമോസ കൊടുക്കും, വെജിറ്റബിൾ പപ്സാനും അല്ലേ? ഇങ്ങനെ ആ പൊതിയിൽ പോലും ഇങ്ങനെ സ്റ്റാറ്റസുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇങ്ങനെ മരണത്തെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു കാഴ്ച ഇന്ന് ക്രിസ്ത്യൻ സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇതെല്ലാം തന്നെ ഏത് മരണത്തെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് നമ്മൾ ചിന്തിക്കണം. നമ്മൾ മറ്റുള്ളവരുടെ മരണങ്ങളെയാണ് എന്ത് ചെയ്യുന്നത്? സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കളുടെ ആകാം, സഹോദരങ്ങളുടെ ആകാം, നമ്മുടെ വീട്ടുകാരുടെ ആകാം, നാട്ടുകാരുടെ ആകാം. ഇങ്ങനെയുള്ള മറ്റുള്ളവരുടെ മരണത്തെ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്ന വലിയൊരു കാഴ്ചപ്പാടിലൂടെയാണ് ക്രിസ്ത്യാനികൾ ഇന്നിങ്ങനെ കടന്നു പോകുന്നത്. എന്നാൽ ആ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഹൗ ക്യാൻ സെലിബ്രേറ്റ് അവർ ഓൺ ഡെത്ത്? നമ്മുടെ സ്വന്തം മരണത്തെ നമുക്ക് എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാൻ സാധിക്കും? നമ്മുടെ സ്വന്തം മരണത്തെ നമുക്ക് എങ്ങനെ ആഘോഷമാക്കി മാറ്റുവാൻ സാധിക്കും എന്നതാണ് ഈ വിശുദ്ധന്മാരുടെ ജീവിതം കൊണ്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത്. നമ്മുടെ മരണത്തെ എങ്ങനെ ആഘോഷമാക്കാൻ സാധിക്കും? നമ്മുടെ പ്രതിസന്ധികളെ നമുക്കെങ്ങനെ ആഘോഷങ്ങളാക്കി മാറ്റുവാൻ സാധിക്കും? നമ്മുടെ ദുഃഖങ്ങളെ നമുക്കെങ്ങനെ ആഘോഷങ്ങളാക്കി മാറ്റുവാൻ സാധിക്കും? നമ്മുടെ നെടുവീർപ്പുകളെ, നമ്മുടെ സങ്കടങ്ങളെയൊക്കെ എങ്ങനെയാണ് നമുക്ക് ആഘോഷങ്ങളാക്കി മാറ്റാൻ സാധിക്കുക? എങ്ങനെയാണ് ഇവയെല്ലാം നാം എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യും എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അവിടെയാണ് ഈ വിശുദ്ധന്മാരുടെ ജീവിതം നമുക്ക് വഴികാട്ടിയായിട്ടിരുന്നത്. വിശുദ്ധന്മാരുടെ ജീവിതം അല്ലെങ്കിൽ നമ്മളവരുടെ ഓർമ്മ ആചരിക്കുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? അവർ ഓർമ്മ ആചരിക്കുന്നത് അവരുടെ ചിത്രം വെച്ചുകൊണ്ട് വെറുതെ ധൂപപ്രാർത്ഥന നടത്തി ഇറച്ചി തിന്നിട്ട് പോകാൻ വേണ്ടിയിട്ടല്ല. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ ജീവിതം നമുക്ക് വഴികാട്ടിയായി തീരുവാനാണ്. അവരുടെ ജീവിതത്തിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനുണ്ട്. അവരിങ്ങനെ ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച് ക്രിസ്തുവിന് വേണ്ടി മുന്നിട്ട് പോയപ്പോൾ ആ ജീവിതം കണ്ട് പഠിക്കുവാനാണ് നാം ഓരോ പെരുന്നാളുകളും ആചരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ പ്രതിസന്ധികളെ, നമ്മുടെ മരണത്തെ, നമ്മുടെ ദുഃഖങ്ങളെ എങ്ങനെ ആഘോഷമാക്കി മാറ്റിക്കൊടുക്കാം എന്നുള്ള ചോദ്യത്തിന് വിശുദ്ധന്മാർ കാണിച്ചു തരുന്ന ഒറ്റ ഉത്തരമേ ഉള്ളൂ. ആ ഉത്തരം ഇങ്ങനെയാണ്: ഓൺലി ത്രൂ ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തുവിലൂടെ മാത്രമേ നമുക്ക് ഈ പ്രതിസന്ധികളെല്ലാം